തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ പിടിയിൽ. ശ്രീജിത്ത്, അഭിരാജ്, അഭിറാം, അശ്വിൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് അവൻ പോകുന്ന വഴി തന്നെ അവനെ പിടിച്ചുകൊണ്ട് പോയി കാറിൽ. എത്ര പേരുണ്ടായിരുന്നു? ഒരു 4 പേര് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അവിടെ കണ്ട ആൾക്കാർ പറയുന്നത് 4 പേരുണ്ടെന്നാണ്. ഈവൻ മുമ്പേ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ കൊണ്ടുപോയി അവനെ സ്റ്റേഷനിലെ കംപ്ലൈന്റ് ആയിട്ട് വന്നായിരുന്നു. കംപ്ലൈന്റ് എടുത്തില്ല. ചന്തു ചന്ദ്രശേഖറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ചന്തു, ഇന്നലെയായിരുന്നു ഈ ഒരു നാടിനെ നടത്തിയ സംഭവം ഉണ്ടായത്. ഈ ലഹരി മാഫിയാണ് ആദ്യം ഈ സംഭവത്തിന് പിന്നിലെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു. ഇപ്പോൾ എന്താണ് പോലീസ് പറഞ്ഞത്? ഒപ്പം തന്നെ ഈ ഒരു സൗഹൃദം ഉപേക്ഷിക്കാനായി തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുമ്പോൾ ഈ ഒരു പ്രൊഫഷണൽ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെ പോലെ ഒരു കാറൊക്കെ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലൊക്കെ നടക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? സേതുലക്ഷ്മി, പോലീസ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത് ഈ സൗഹൃദം ഉപേക്ഷിക്കാൻ, അതായത് പെൺകുട്ടിയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാനാണ് ഇത്തരത്തിൽ കാർ വാടകയ്ക്കെടുത്ത് ഗുണ്ടാ സംഘങ്ങളെ പോലെ ഈ പ്രതികൾ ഈ 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ട് പോയതെന്നാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളവരെ ഈ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 4 പേരെയും പിടികൂടിയിട്ടുള്ളത്. ഈ 4 പേർ കുടവൂർ സ്വദേശി ശ്രീജിത്ത്, വേങ്ങോട് സ്വദേശി അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരെല്ലാം 20-23 വയസ്സ് പ്രായമുള്ളവരാണ്. ഇതിൽ അഭിരാജ്, അഭിറാം എന്നിവർ സഹോദരങ്ങളുമാണ്. ഇതിൽ അശ്വിൻ ദേവനുമായി ഒരു പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. കഴിഞ്ഞ 6-7 മാസമായി ഈ പെൺകുട്ടി ഇയാളുടെ സൗഹൃദം ഉപേക്ഷിച്ച നിലയിലാണ്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ച ഈ 10ാം ക്ലാസ്സുകാരനെയാണ് ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങളെ പോലെ കാറൊക്കെ വാടകയ്ക്ക് എടുത്ത് ഈ 20-23 വയസ്സായ യുവാക്കൾ അവർ ഈ 10ാം ക്ലാസ്സുകാരനായി തട്ടിക്കൊണ്ടുപോയതിനു ശേഷം മർദ്ദിക്കുന്നു. അതിനുശേഷം ആറ്റിങ്ങലിലെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയ സംഭവം തന്നെയായിരുന്നു. കാരണം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുക, പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങളെ പോലെ എത്തുക, കാറിൽ കൊണ്ടുപോകുക, കാറിൽ വട്ടം ചുറ്റിക്ക്, അതിനുശേഷം മർദ്ദിച്ചതിന് ശേഷം ഇറക്കി വിടുക. ഇതിന് 2 ദിവസം മുൻപും ഇത്തരത്തിൽ സമാനമായി ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ മംഗലാപുരം സ്വദേശിയായ ഈ 10ാം ക്ലാസ്സുകാരനെ മർദ്ദിക്കുകയുണ്ടായി ഇതേ പ്രതികൾ തന്നെ. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിച്ചത്. എന്തായാലും പോലീസ് ഈ 4 പേരെയും പിടികൂടിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി സംഘങ്ങളെ പിന്തുടർന്നൊക്കെയായിരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. കാരണം ഇത്തരത്തിൽ പ്രൊഫഷണലായി ഒരു പെൺകുട്ടിയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാർ തന്നെ ഒരു 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ അത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ സംഭവിക്കുമോ എന്ന ആശ്ചര്യമൊക്കെ പൊതുവെ തോന്നാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. അതിനുശേഷം ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രധാനമായും ഈ പ്രതികളെ പോലീസ് പിടികൂടുകയും ഇതാണ് സംഭവമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്തായാലും ഈ 4 പേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 4 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ശരി ചന്തു.